പുതുകാലത്തെ ഗവേഷണങ്ങൾ വസ്തുതകളുടെ ആഴത്തിൽ എത്തിച്ചേരുന്നില്ലെന്നും ചരിത്രം പലപ്പോഴും വക്രീകരിക്കപ്പെടുകയാണെന്നും സ്പീക്കർ അഡ്വക്കേറ്റ് എ എം ഷംസീർ പറഞ്ഞു. അറബിക്കടലും മയ്യഴിപ്പുഴയും അതിരുകടന്ന കല്ലായി ഗ്രാമത്തിന്റെ ഗതകാല ചരിത്രം ആലേഖനം ചെയ്യപ്പെട്ട വി കെ സുരേഷ് ബാബു മാസ്റ്റർ രചിച്ച കല്ലായി ഗ്രന്ഥത്തിന്റെ കഥ എന്ന ചരിത്ര ഗ്രന്ഥം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സങ്കുചിത താൽപര്യങ്ങൾക്കനുസൃതമായി തെറ്റായ രൂപത്തിൽ ചരിത്രത്തെ വളച്ചൊടിച്ച് മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും സമാധാന അന്തരീക്ഷം തകർക്കാനും ചിലർ ആസൂത്രിത നീക്കം നടത്തുകയാണെന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടി. അറബിക്കടലിനും മയ്യഴിപ്പുഴയ്ക്കും അതിരിടുന്ന കല്ലായി ഗ്രാമത്തിന്റെ ഗതകാല ചരിത്രം ആലേഖനം ചെയ്യപ്പെട്ട വി കെ സുരേഷ് ബാബു രചിച്ച കല്ലായി ഗ്രാമത്തിന്റെ കഥ എന്ന ചരിത്ര ഗ്രന്ഥം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കല്ലായി യഥാർത്ഥത്തിൽ നേരത്തെ ചൊക്ലിയുടെ ഭാഗമായിരുന്നു. ന്യൂമാഹി പഞ്ചായത്ത് എന്നത് ചൊക്ലിയുടെ ഭാഗത്തു നിന്നും കോടിയേരി ഭാഗത്തു നിന്നും അടർത്തിയെടുത്ത് രൂപീകരിച്ച ഒരു പുതിയ പഞ്ചായത്തായിരുന്നു. അതാണ് നേരത്തെ മാഹി, പിന്നീട് ന്യൂമാഹി. മാഹി നമ്മുടെ സംസ്ഥാനമല്ല, കേന്ദ്രഭരണ പ്രദേശമാണ്. നമ്മുടെ സംസ്ഥാനമല്ലാത്ത മാഹിയും നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാഗമായ കോടിയേരി വില്ലേജിന്റെയും ചൊക്ലിയുടെയും മറ്റു ഭാഗം അടർത്തിയെടുത്താണ് ന്യൂമാഹി എന്നൊരു പുതിയ പഞ്ചായത്ത് നടത്തിയത്. അദ്ദേഹം കോടിയേരിക്കാരനാണ്. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഇപ്പോൾ ജീവിക്കുന്നത് കോടിയേരി തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ പ്രവർത്തന മണ്ഡലം ന്യൂമാഹി കേന്ദ്രീകരിച്ചായി. അതുമാത്രമല്ല, കല്ലായി ഉൾപ്പെടെയുള്ള ഭാഗത്തെ കുറിച്ചായി. നമ്മുടെ ഈ പ്രാദേശിക ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ പ്രദേശത്ത് വികസനം ഉണ്ടാകുമ്പോൾ പിന്നീട് ആ പ്രദേശം തൊട്ടടുത്ത പ്രദേശം ഇല്ലാതാകും, വാനിഷ്ഡ് ആകും. അതാണ് കല്ലായി. കല്ലായി അങ്ങാടി എന്നാണ് വിളിക്കുന്നത്. പക്ഷെ കല്ലായി അങ്ങാടി എന്റെ ഓർമ്മയിൽ കല്ലായി അങ്ങാടി എന്ന് പറഞ്ഞ ആളുകൾ കല്ലായി എന്നല്ല, അത് തന്നെ. പക്ഷെ കല്ലായി അങ്ങാടിക്ക് ചരിത്രമുണ്ട്. അതാണ് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളോരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഇതുപോലെ വികസനം ചില ഭാഗങ്ങളിൽ വരുമ്പോൾ ചില ഭാഗങ്ങൾ അപ്രത്യക്ഷമാകും. വളപട്ടണം, നമ്മുടെ ഓർമ്മയിൽ വളപട്ടണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഓർമ്മയിൽ ഇപ്പൊ ചെറിയ സ്ഥലമാണ്. പക്ഷെ ഒരു കാലത്ത് ബിസിനസ് കേന്ദ്രമായിരുന്നു, ബിസിനസിന്റെ കേന്ദ്രമായിരുന്നു. പിന്നീട് പ്രദേശം നാട് വികസിച്ചു വന്നപ്പം വളപട്ടണത്തിന്റെ പ്രസക്തി കൂടി. അതുപോലെ തന്നെ ഞാൻ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പോയ ഒരു സ്ഥലമുണ്ട്, കുത്തിയ റോഡ്. ഒരു കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായിക ബിസിനസ് കേന്ദ്രമായിരുന്നു. ദേശീയപാതയും അനുബന്ധ ഭാഗങ്ങളും വികസിച്ചു വന്നപ്പോൾ ആ പ്രദേശത്തിന് പ്രാധാന്യം കുറഞ്ഞു. ഇപ്പോ ഞാൻ സ്ഥിരമായി പറയാറുണ്ട്, തലശ്ശേരി. മലയാള കലാഗ്രാമത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സേതു അധ്യക്ഷത വഹിച്ചു. കവിയൂർ രാജഗോപാലൻ പുസ്തകം ഏറ്റുവാങ്ങി. ഡോക്ടർ എ വത്സലൻ പുസ്തക പരിചയം നടത്തി. സി കെ രമേശൻ, അർജുൻ പവിത്രൻ, അടിയേരി ഗംഗാധരൻ, പ്രൊഫസർ എ പി സുബൈർ, ചാലക്കര പുരുഷു, പവിത്രൻ മുഖേരി, ഹെൻറി ആന്റണി, കെ പി രാമദാസൻ എന്നിവർ സംസാരിച്ചു. വി മനോജ് സ്വാഗതവും വി കെ രത്നാകരൻ നന്ദിയും പറഞ്ഞു.